പക്ഷേ അവരുടെ മുഖം നിരാശ കൊണ്ട് മൂടി. അവർ കൈവിരലുകൾ അമർത്തുകയും തിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അയാൾക്ക് അനിതയെപ്പോലെ കൊച്ചുപെണ്ണുങ്ങളെ മാത്രമേ പറ്റത്തുള്ളൂ ശ്രീകുട്ട? ലതികയിൽ നിന്ന് കേട്ട ചോദ്യം അയാളെ ഒന്ന് അമ്പരിച്ചു. എന്താ അമ്മേ? അല്ല, അയാൾക്ക് കൊച്ചു പെൺപിള്ളേരെ തന്നെ വേണം നിർബന്ധമാണോ എന്ന്. അപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ഭാവം ശ്രീരാഗനെ ഞെട്ടിച്ചു. 50 കടന്ന ആ സ്ത്രീ അനിതയുടെ അമ്മയുടെ മുഖത്ത് ചോരയ്ക്ക് തീപിടിപ്പിക്കുന്ന ഭാവം. ഒരു നിമിഷം കൊണ്ട് അയാളുടെ സകല കാഴ്ചപ്പാടുകളും തകിടം മറിഞ്ഞു. അയാളുടെ കണ്ണിൽ ലതികയുടെ രൂപവും ഭാവവും കാഴ്ചപ്പാടുകളും അടിമുടി മാറി. സത്യത്തിൽ കൊളുത്തുതടിച്ച ഒരു ഒരൊറ്റ പെണ്ണാണ് ലതിക എന്നുള്ളത് അയാൾ അപ്പോൾ അവിടെ തിരിച്ചറിയുകയായിരുന്നു. ഭേദപ്പെട്ട ഉരവും അതിനൊത്ത വണ്ണമുള്ള ദേഹം, അല്പം വയറുണ്ട്. അനിത പ്രസാദവും വാങ്ങി അമ്പലക്കുളത്തിനടുത്തുകൂടിയുള്ള വഴിയിലൂടെ കേശവമേനോൻ ജംഗ്ഷനിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു ഡയാനയുടെ കാറിന്റെ ഹോൺ പിമ്പിൽ നിന്നും കേട്ടത്. കാർ അടുത്തെത്തി. അവൾ അടുത്തടുത്ത് നിർത്തി. ഡയാന ഗ്ലാസ് താഴ്ത്തി സനിതയെ നോക്കി പുഞ്ചിരിച്ചു. അമ്പലത്തിൽ പോയോ? ഡയാന ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. എവിടെ പോയതാ ചേച്ചി? ഓ, ഞാനിതാ നമ്മുടെ നഫീസയുടെ പാർലറിൽ വരെ ഒന്ന് പോയി. അനിത പുഞ്ചിരിച്ചതേയുള്ളൂ. പറയാതെ തന്നെ അറിയാം ഡയാന ബ്യൂട്ടി പാർലറിൽ പോയതാണെന്ന്. മുഖത്തും കൈവിരലുകളിലുമൊക്കെ അതിൻ്റെ അടയാളങ്ങൾ വ്യക്തമായുണ്ട്. ഡയാനയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അനിത സംശയിച്ചു. അല്ലാതെ തന്നെ എന്തു സുന്ദരിയാണവൾ. പക്ഷേ സൗന്ദര്യം ഒരുപാടുള്ളവർക്ക് ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ലല്ലോ. അമ്പലത്തിൽ പോയി ശരിക്കും പ്രാർത്ഥിച്ചോ? ഡയാന പുഞ്ചിരിയോടെ തിരക്കി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പോകുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഡയാന എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അനിതയ്ക്ക് മനസ്സിലായില്ല. ഇനി കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി എന്നാണ് ഉദ്ദേശിച്ചത്? വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമാകുന്നു. ശ്രീയേട്ടന് ഇപ്പോൾ കുട്ടികളിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത്. ഏയ്, അതൊന്നുമല്ല ചേച്ചി. ഡയാനയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും അനിത അങ്ങനെ പറഞ്ഞു. ഉം. ഡയാന പുഞ്ചിരി നിലനിർത്തി പറഞ്ഞു. പ്രാർത്ഥിച്ചോ, ശരിക്കും പ്രാർത്ഥിച്ചോ? ഭർത്താവിന്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കാത്ത ഭാര്യ ഒരു നല്ല ഭാര്യയല്ലല്ലോ. ഭർത്താവിന്റെ കാര്യത്തിലോ? അനിതയ്ക്ക് വീണ്ടും സംശയമേറി. അനിത എന്താ നെറ്റിച്ചൊളിക്കുന്നേ? ചേച്ചി ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാഞ്ഞിട്ടാ? ഏയ്, അനിത ചുമ്മാ പൊട്ടി കളിക്കുന്നതാണ് എന്നെനിക്കറിയാം. ഡയാന ചിരിച്ചു. ഇല്ല ചേച്ചി, എനിക്കൊന്നും മനസ്സിലായില്ല. ഡയാന അനിതയെ ഒന്ന് നോക്കി. അനിതയുടെ ശ്രീരാഗേട്ടൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹൗസ് ജോർജ് വർക്ക് ചെയ്യുന്ന ടെക്നോ കോർപ്പിൽ തന്നെയല്ലേ? പിന്നല്ലാതെ. അനിത ചിരിച്ചു. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, അനിത ഇങ്ങനെ പൊട്ടിക്കളിക്കുമ്പോൾ എനിക്കും ആകാമല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാ. അവളുടെ വാക്കുകളിൽ എന്തൊക്കെയോ മുള്ളുകളുണ്ട്. പക്ഷേ എന്താണെന്ന് അനിതയ്ക്ക് വല്ലായ്ക തോന്നി. ഇല്ല ചേച്ചി, അവൾ പുഞ്ചിരി മായ്ച്ച് കളഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ അറിയാവുന്നത് അറിയില്ലാത്ത ഭാവം നടിച്ചിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? ശരി. ഡയാന ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു. അതിനിത്രയും സീരിയസ് ആവുമൊന്നും വേണ്ട. അനിതയുടെ ഹൗസ് ശ്രീരാഗും എൻ്റെ കണവൻ ജോർജുമാണല്ലോ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് പോസിബിൾ ലിസ്റ്റിലെ അനിത. ഡയാന പുറത്തുവിട്ട ആ വാർത്ത കേട്ട് അനിത ഒന്നമ്പരന്നു. പിന്നെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അങ്ങനെയുള്ളപ്പോൾ ഭാര്യമാരുടെ ഭക്തി അല്പം കൂടുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എൻ്റെ ചേച്ചി. ഡയാനയുടെ വാക്കുകളിലെ പ്രയാസം നൊമ്പരപ്പെടുത്തിയെങ്കിലും അനിത പുഞ്ചിരിച്ചു. ഞാനതൊന്നും അറിഞ്ഞില്ല. ശ്രീയേട്ടൻ അങ്ങനെ ഓഫീസ് കാര്യങ്ങളൊന്നും തന്നെ എന്നെ അറിയിക്കാറില്ല എന്ന് വെച്ച് ഏട്ടൻ്റെ കാര്യത്തിനെ പ്രാർത്ഥിക്കാതിരിക്കും എന്നല്ല കേട്ടോ. ഡയാന അർത്ഥഗർഭമായി മൂളി. അതിന് അനിതയ്ക്കുണ്ടായ സങ്കടം ചില്ലറായിരുന്നില്ല. മിക്കവാറും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നയാളാണ് ശ്രീയേട്ടൻ, ഓഫീസിലെ കൊച്ചു കൊച്ചു ഗോസിപ്പുകളടക്കം. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ മറച്ചുവെക്കാൻ തോന്നിയല്ലോ. എന്തിനായിരിക്കാം? ശ്രീയേട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് അത് പതിവുള്ളതല്ല. പൂന്തോട്ടം ചുറ്റി മുറ്റത്തേക്ക് കടന്നപ്പോൾ തന്നെ അമ്മ വരാന്തയിൽ കസേരയിൽ പത്രം വായിച്ചിരിക്കുന്നതാണ് അനിത കണ്ടത്. ടൗണിലെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് അനിതയുടെ അമ്മ ലതിക. എന്താ മോളെ, മുഖത്തൊരു വല്ലായ്മ? അനിത കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കാൽ കഴുകി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ലതിക ചോദിച്ചു. അനിത ആദ്യമൊന്നും പറഞ്ഞില്ല. പ്രസാദം അമ്മയുടെ നേരെ നീട്ടി. ലതിക അത് സ്വീകരിച്ചു കഴിഞ്ഞ് അനിത അവരുടെ സമീപം ഇരുന്നു. ഞാൻ ആ ഡയാനിയെ കണ്ടിരുന്നു വഴിയിൽ. ആഹാ, ലതിക ചിരിച്ചു. അപ്പോൾ മൂഡ് ഓഫ് ആകാൻ വേറെ കാരണമൊന്നും വേണ്ട. അനിത എന്നിട്ടും ഭാവം മാറ്റിയില്ല. ഇന്നെന്താ അവളുടെ വായിന്ന് വീണത്? അനിത മൗനം തുടർന്നു. അമ്മേ, ശ്രീയേട്ടൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് പോസിബിൾ ലിസ്റ്റിലുണ്ടെന്ന് മറ്റാരെങ്കിലും പറഞ്ഞാണോ ഞാൻ അറിയണ്ടേ? ഏ, ലതിക അമ്പരപ്പോട് ചോദിച്ചു. ശ്രീകുട്ടൻ ലിസ്റ്റിലുണ്ടെന്നോ? എൻ്റെ ഈശ്വര, നേരോ കുട്ടി? നേരാണോ നുണയാണോ എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കും അമ്മേ? അതിന് ശ്രീയേട്ടൻ നമ്മളോട് അതേപ്പറ്റി എന്തേലും ഒന്ന് പറയണ്ടേ? ഇതിപ്പം ആ ഡയാനയല്ലേ പറഞ്ഞേ? ഡയാനയോ? ഓ, ഡയാന രാജകുമാരിയാണോ പറഞ്ഞേ? അത് കൊള്ളാം. എന്തായിരുന്നു തിരുവചനം? അനിത ഡയാനിയെ വഴിയിൽ വെച്ച് കണ്ടതും അവർക്കിടയിലുണ്ടായ സംഭാഷണങ്ങളും ലതികയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ അവളുടെ കിട്ടിയവനും ചാൻസ് ഉണ്ടല്ലേ? അയാൾ അങ്ങനെ ശ്രീകുട്ടനേക്കാൾ കേമനാണോ? എൻ്റെ അമ്മേ, ശ്രീയേട്ടൻ കമ്പനി എന്ന് പറഞ്ഞ ചാക്കും എത്ര പ്രാവശ്യം എംപ്ലോയർ ഓഫ് ദി മന്തും ഇയറുമായി. അപ്പോഴൊക്കെ ആ ഡയാന പറഞ്ഞുകൊണ്ട് നടന്നത് ഓർക്കുന്നോ? എന്നെ കണ്ടിട്ടാണ് മാത്യു സാർ ശ്രീയേട്ടൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. എടി, അതിലും കാര്യമുണ്ട്, ലതിക താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഈ മാത്യു സാറ് എൻ്റെ അറിവിൽ ഒരു മഹാ പെണ്ണുപിടിയനാ. ഞാനും കേട്ടിട്ടുണ്ട്, അനിത പറഞ്ഞു.
ശ്രീയേട്ടൻ്റെ കൂടെ ഒന്ന് രണ്ട് തവണ പാർട്ടിയിൽ പോയപ്പോൾ അയാൾ സംസാരിച്ചപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു നോട്ടവും അല്ലാതെ ചിരിയും ഒക്കെ. എൻ്റെ മോളെ ഒന്നും ചുറ്റും നോക്കി ലളിത പറഞ്ഞു. നീ പറഞ്ഞതുകൊണ്ട് പറയാ. പിന്നെ നിന്നോടായതുകൊണ്ടും കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളെ വിളിച്ചില്ലായിരുന്നോ? ഫീസ്റ്റൊക്കെ കഴിഞ്ഞ് കൈ കഴുകാൻ നേരം വാഷ് ബേസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ടവലുമായി അടുത്ത് വന്ന് ഒരു വন্য ചിരിയൊക്കെ ചിരിച്ച് ടീച്ചറെ ഒറ്റയ്ക്കൊക്കെ അല്ലേ, വിഷമമൊക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ. അനിത അതിനെ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് അവൾ കേട്ടിരുന്നു. എന്ന് മാത്രമല്ല ലതികയുടെ പ്രതികരണവും അവൾ ശ്രദ്ധിച്ചിരുന്നു. തന്നോടായിരുന്നു മാത്യു സാർ അത് ചോദിച്ചിരുന്നെങ്കിൽ താൻ അപ്പോൾ തന്നെ തക്ക മറുപടി നൽകുമായിരുന്നു. എന്നാൽ അമ്മ ചെയ്തതെന്താ? നാണിച്ച് അയാൾ ഒരു നോട്ടം. ടവൽ തിരികെ വാങ്ങിയപ്പോൾ അയാൾ മനഃപൂർവ്വം അമ്മയുടെ കയ്യിൽ അമർത്തി. അതേ നോട്ടവും പുഞ്ചിരിയും. ഒരു കണക്കിന് അമ്മയെ കുറ്റം പറയാനും കഴിയില്ല. അച്ഛൻ വിട്ടു പോയിട്ട് 10 വർഷങ്ങളായി. അന്ന് അമ്മയ്ക്ക് 40 വയസ്സുണ്ട്. 40 എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല പ്രായമല്ലേ? ഇപ്പോൾ കാലവും രീതികളും ഒക്കെ മാറിയ ചുറ്റുപാടിലല്ലേ എല്ലാവരുടെയും ജീവിതം. പണ്ടൊക്കെ മോശമാണെന്ന് കരുതിയിരുന്ന പലരും പരസ്യമായി ചെയ്യുന്ന കാലം. 50 വയസ്സുണ്ടെങ്കിലും അമ്മയ്ക്ക് ശരീരത്തിൽ ചെറുപ്പമാണ്. എപ്പോഴും കുളിച്ച് വൃത്തിയായി വൃത്തിയോടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് സുന്ദരി തന്നെ ഇപ്പോഴും. അതൊക്കെ ഓർത്താണ് അന്ന് അങ്ങനെയൊക്കെ അയാളുടെ വീട്ടിൽ കണ്ടെങ്കിലും താനൊന്നും തന്നെ അമ്മയോട് ചോദിക്കാതിരുന്നത്. ഡയാനയുടെ കെട്ടും എങ്ങനെയുണ്ട് മോളെ? ലതിക വീണ്ടും ചോദിച്ചു. തനി സൂത്രപ്പണിക്കാരനാണ് എന്നാ അമ്മയെ ശ്രീയേട്ടൻ പറഞ്ഞത്. അനിത പറഞ്ഞു. പക്ഷെ ശ്രീയേട്ടനേക്കാളും സീനിയോറിറ്റി ഉണ്ട് അങ്ങേർക്ക്. പിന്നെ മാത്യു സാറിനെ കയ്യിലെടുക്കേണ്ട സകല അടവും അറിയാം. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അയാൾ വൈസ് പ്രസിഡന്റ് ആകും. സ്വരത്തിൽ വിഷമവും അടക്കി ലതിക പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അനിത ചോദിച്ചു. അത് അറിയില്ല. ഏതായാലും ശ്രീകുട്ടൻ വരട്ടെ. അന്ന് രാത്രി ശ്രീരാഗിന്റെ കാർ പോർച്ചിലേക്ക് കയറിയപ്പോൾ തന്നെ അനിത വാതിൽക്കലേക്ക് ചെന്നിരുന്നു. പതിവ് പോലെ ശ്രീരാഗ് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. എന്തായിരുന്നു മുഖത്തൊരു വാട്ടം? ശ്രീരാഗ് ചോദിച്ചു. അതൊക്കെ പറയാം, അനിത പറഞ്ഞു. ആദ്യം ശ്രീയേട്ടൻ കുളിച്ച് എന്തെങ്കിലും കഴിക്കേ. അയാൾ ചിരിച്ചു. രാത്രി ഒരുമിച്ചുള്ള അത്താഴത്തിന് ശേഷം ശ്രീരാഗ് അനിതയെയും കുട്ടി മുറ്റത്തേക്ക് പോയി. സിറ്റൗട്ടിൽ നിന്ന് 2 കസേരകൾ അയാൾ പുറത്തേക്കെടുത്ത് മുറ്റത്തെ മാവിൻ ചോട്ടിൽ വെച്ച് അവളെ നോക്കി. ഇരിക്കുമെന്നെ, എന്നാ ഇന്നൊരു സോപ്പിടൽ? അനിത ഗൗരവത്തിൽ ചോദിച്ചു. സോപ്പിടലൊന്നുമല്ല. അയാൾ ചിരിച്ചു. ആദ്യം നിനക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളതും നീ കേൾക്കണം. രണ്ടും ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ശരി, എന്നാ പറ. ശ്രീയേട്ടൻ എന്നോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇതുവരെയും പറഞ്ഞില്ല. ശ്രീരാഗ് ഒന്ന് ആലോചിച്ചു. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആകുമെന്ന് ഉറപ്പില്ല. വെറുതെ എന്തിനാ നിങ്ങൾക്കൊക്കെ ഒരു ആശ തരുന്നേ? നടന്നില്ലെങ്കിലും ഒന്ന് കരുതി. എന്നാലും ശ്രീയേട്ടാ, എന്താ അയാളെ കെട്ടിപ്പിടിച്ചു. മുറ്റത്ത് നല്ല നിലാവുണ്ടായിരുന്നു. പുറത്തെ നഗരദൃശ്യങ്ങളെ മറച്ചു തന്നിരുന്ന മാവുകൾക്ക് മുകളിൽ രാപക്ഷികൾ കുറുകി. വിരൽ തൊടുമ്പോൾ പ്രണയശ്രുതി വീഴുന്ന ഗായത്രി വീണ പോലെ അനിത ശ്രീരാഗിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വിശ്വസിച്ചു. എന്നാലും ശ്രീയേട്ട, എന്തിനാ ഇതൊക്കെ ഞാൻ ഒളിപ്പിക്കണേ? നടന്നാലും ഇല്ലേലും ഒന്ന് ഷെയർ ചെയ്തൂട്ടെ? ഒറ്റയ്ക്ക് ഓരോ പ്രശ്നവും മൂടിപ്പൊത്തിയും വല്ല ഹാർട്ട് അറ്റാക്കും വരുത്താതെ നോക്കണമെന്ന് അല്ലേ? ഇയാൾ ചിരിച്ചു. ഈശ്വര! അവൾ അയാളുടെ ചുണ്ടിൽ വിരൽ ചേർത്ത് അയാളുടെ വാക്കുകളെ വിലക്കി. എന്തായി പറയണേ? വേണ്ട, അറം പറ്റുന്ന ഓരോ വർത്താനങ്ങൾ. നിലാവ് കാതരമാകുമ്പോൾ അവൾ സുഗന്ധിയാകുന്നത് ശ്രീരാഗ് കണ്ടു. ചന്ദനത്തിന്റെ നിറവുമായി നിലാവ് അവർക്ക് ചുറ്റും കാറ്റിനോടൊപ്പം പടർന്നു കയറുകയാണ്. വാ, നമുക്ക് മുറിയിലേക്ക് പോകാം, അവൾ ചൂടുള്ള ശബ്ദത്തിൽ പറഞ്ഞു. അവൻ എതിർക്കുന്ന ഭാവം കണ്ണുകളിൽ നിറച്ച് അവളെ നോക്കി. ഇവിടെ സ്വർണ്ണത്തീജാല പോലെ നിലാവുണ്ട്. ഇവിടെ ഇപ്പോൾ വസന്തപുഷ്പങ്ങളുടെ നിത്യസൗരഭ്യവും പേറി കാറ്റ് പ്രണയത്തിന്റെ കൂടാരം തീർക്കുന്നു. ഉദ്യാനത്തിൽ കനകാംബരവും നിശാഗന്ധിയും ജമതി പൂക്കളും പ്രണയിനികളെ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടം വിട്ട് പോകണ്ട, ഇവിടെ മതി, അയാൾ മന്ത്രിച്ചു. പക്ഷെ അമ്മ ഉറങ്ങി കാണും. അമ്മയുടെ മുറി അപ്പുറത്തല്ലേ? ചുറ്റും വെളിമ്പുറം നിറയെ പ്രലോഭനമായ നിലാവ്